നമ്മുടെ രാവിലെയിലേക്ക് സ്വാഗതം. നമ്മൾ നേരെ പോകുന്നത് വീണ്ടും തൃപ്പൂണിത്തുറയിലേക്കാണ്. അവിടെ ആജ്ഞയും നവമിയും റെഡിയായിരിക്കുകയാണ്. അവിടുത്തെ മറ്റ് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ പ്രേക്ഷകർക്ക് പറഞ്ഞു തരാൻ വേണ്ടി ആജ്ഞയിലേക്കാണ് ഒരിക്കൽ കൂടി പോകുന്നത്. ആജ്ഞ, നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഭാഗമാണ് നമ്മുടെ ഈ ഓണാഘോഷങ്ങളെന്ന് പറയുന്നത്. നമ്മൾ പൊതുവേ എന്താ പറയുക, എത്ര വലിയ സങ്കടങ്ങളിലൂടെ കടന്നു പോവുകയും പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയും ഒക്കെ ആണെങ്കിലും നമ്മൾ ഓണം വരുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടൊരു സന്തോഷമാണല്ലേ. നമ്മൾ എല്ലാ വിഷമങ്ങളും മറന്നു വെച്ചുകൊണ്ട് എല്ലാം പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്തുകൊണ്ട് എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഓണം ആഘോഷിക്കണം എന്നുള്ളതാണ്. അത് ഈ പഴമയുടെ ആഘോഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടു ഒരുപാട് കുട്ടികൾക്കും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമാകാൻ പക്ഷേ ഒരുപാട് താല്പര്യമുണ്ട്. അങ്ങനെ പഴമക്കാർ മാത്രം ആഘോഷിക്കുന്ന ഒരു ഉത്സവമൊന്നുമല്ല. നമ്മുടെ പുതുതലമുറയ്ക്കും ഇതിനോടൊക്കെ വലിയ താല്പര്യവും അവർക്കും വലിയ സന്തോഷമാണ് ഇതിൻ്റെ ഭാഗമാകാനും ഒക്കെ. ഇപ്പോൾ ഒരുപാട് കുട്ടികളെ നമ്മൾ അവിടെ കണ്ടു. അപ്പോൾ കുട്ടികളുടെ ഒരു ആഘോഷം കൂടിയാണ്. പുതുതലമുറയും ഈ ആഘോഷങ്ങളെയൊക്കെ വലിയ രീതിയിൽ തന്നെ അതേ പ്രാധാന്യത്തോടു കൂടി ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ് അല്ലേ? തീർച്ചയായിട്ടും പറയുമ്പോ തന്നെ കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സാണ് എന്റെ പിന്നിലുള്ളത്. കുട്ടൂസനും ഡാക്കിനിയും. നമ്മളൊക്കെ നമ്മുടെ ബാല്യകാലത്തെ വായനകളൊക്കെ തുടങ്ങുന്നത് ഈ കുട്ടൂസനും ഡാക്കിനിയെ തന്നെയല്ല. ആരെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ ഒക്കെ റെപ്രസെന്റ് ചെയ്യാനും ഒക്കെ ഡാക്കിനിയ മുമ്മ കുട്ടൂസൻ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ. എന്തായാലും കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമുള്ള രണ്ടുപേരാണ് ഇപ്പൊ എന്റെ പിന്നിലുള്ളത്. അത് കണ്ടാണ് ഞാനും ധനേഷും കൂടി ഇങ്ങോട്ട് വന്നത്. ശരിക്കും എന്തായാലും ഇത്തരത്തിലുള്ള നിരവധി നിശ്ചല ദൃശ്യങ്ങളാണ് നമ്മൾ ഇനി ഘോഷയാത്രയിൽ കാണാൻ പോകുന്നത്. ഇത് ശരിക്കും അത് അതിന്റെ ഒരു മേക്കിംഗ് ഒക്കെ നോക്കും, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തന്നെ നമുക്ക് ഇനി എന്താ പറഞ്ഞ ഇതിന് അപാകതകളൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ഒറ്റ തോടത്തിൽ തന്നെ ഇത്രയും വലിയൊരു ഒരു എന്താ പറയുക ഒരു പ്ലോട്ട് ഉണ്ടാക്കിയെടുത്ത് ആ ഒരു റിയലിസ്റ്റിക് ഇത് നിലനിർത്തുന്ന നമ്മുടെ മനസ്സിലുള്ള ഒരു ഇമേജ് നിലനിർത്തുന്ന തരത്തിലേക്ക് കുട്ടൂസൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ അനവധി കലാകാരന്മാർ അണിനിരക്കുന്ന അല്ലെങ്കിൽ അനവധി കലാകാരന്റെ സൃഷ്ടികൾ അണിനിരക്കുന്ന ഒരു ഇടം കൂടിയാണ് അത്തച്ചമയ ഘോഷയാത്ര എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ അത്ഭുതങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ കൗതുകത്തോടെ കാണുന്ന കുറെ കാഴ്ചകളാണ് ഇനി ഈ 9 മണിക്ക് ശേഷമുള്ള ഈ ഉദ്ഘാടനത്തിന് ശേഷമുള്ള ഘോഷയാത്രയിൽ നമ്മൾ കാണാൻ പോകുന്നത്. എന്നിരുന്നാൽ പോലും ആര്യ സൂചിപ്പിച്ചതുപോലെ ഓണം തുടങ്ങുകയാണ്. കയ്യിലുള്ള പൈസ മുഴുവൻ ചെലവാക്കി അല്ലെങ്കിൽ കണം വിറ്റു ഓണം ഉണ്ണണമെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ എല്ലാവരും അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലുള്ള ഓണം, അതായത് തിരുവോണത്തിനകത്തേക്ക് എത്രയും മനോഹരമാക്കാമോ എത്രയും ആഡംബരമാക്കാമോ ഇതൊക്കെ അവരവരെ കൊണ്ടുവന്ന് പറ്റുന്ന തരത്തിലൊക്കെ ആഡംബരമാക്കാനുള്ള ഒരുക്കത്തിലാണ്, തയ്യാറെടുപ്പിലാണ് ഓരോ മലയാളിയും. ഏതായാലും ഇന്ന് ഓണാഘോഷത്തിന് തുടക്കമാവുകയാണ്. അത്തം 10-ന് പൊന്നോണം എന്ന് പറയുന്നത് പോലെ ഇന്ന് മുതൽ 10 ദിവസം കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ്. ഇന്ന് 10ാമത്തെ ദിവസം നമ്മൾ തിരുവോണ ആഘോഷത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും, പ്രത്യേകിച്ചും വിദേശത്തുള്ളവരൊക്കെ ആണെങ്കിൽ പോലും ഇന്ന് ഈ ഒരു ഓണത്തിന് നാട്ടിൽ വരാമെന്ന് കരുതിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ഇപ്പം നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഓണത്തിന് വീട്ടുകാരെല്ലാവരും ഒന്നിച്ച്, ബന്ധുക്കളെല്ലാവരും ഒന്നിച്ച് ചേരുന്ന ഒരു കൂട്ടായ്മയുടെ ഒത്തുചേരലിന്റെ ഒക്കെ പ്രതീകമാണ് ഓണം എന്ന് വേണം പറയാൻ. ആ ഒരു ആഘോഷത്തിന്റെ അല്ലെങ്കിൽ മലയാളിയുടെ ദേശീയോത്സവം എന്ന് പറയുന്ന ഏറ്റവും വലിയ ആഘോഷമായിട്ട് തൃപ്പൂണിത്തുറയില് തുടക്കം കുറിക്കുന്നത്. അത് ഞാൻ വേഗം മടങ്ങിയെത്താം. നമുക്ക് നവമിയുടെ കൂടെ 2 കലാകാരന്മാര് ചേരുന്നുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ കൂടി ഒന്ന് വേഗം കേട്ടിട്ട് ഞാൻ ആജ്ഞയിലേക്ക് മടങ്ങിയെത്താം. നവമി, ആരാണ് കൂടെ ചേരുന്നത്? ആര്യ, നങ്ങേലിയെയും പൂതനെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കേട്ട ഒരു കഥയാണ് നങ്ങേലി തൻ്റെ മകൻ കുഞ്ഞിനെ പൂതന കൊണ്ടുപോകുമ്പോൾ അതിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി ജീവൻ വരെ കണ്ണ് ദാനം ചെയ്യുന്ന കഥ. അപ്പോൾ ആ പൂതന 2 പേര് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കുറേ നാളായിട്ട് നോക്കി നടക്കായിരുന്നു. നമ്മളെയൊക്കെ കുഞ്ഞിലെ കേട്ട് പേടിച്ചൊരു കഥയായിരുന്നു പൂതന. ചേട്ടാ എവിടെ നിന്നാ വരുന്നത്? ഞങ്ങൾ തൃശ്ശൂരിന്റെ വടക്കാഞ്ചേരി അടുത്താണ്. വടക്കാഞ്ചേരി. എല്ലാ വർഷവും ഇവിടെ വരാം. പേര് ശിവൻ. സുധാകരൻ. ഇത് നിങ്ങളെ കുടുംബപരമായ പാരമ്പര്യമായിട്ട് നമ്മൾ ഇങ്ങനെ തലമുറകളായിട്ട് കൈമാറി വന്നത്. ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ? പൂത എന്ന് പറഞ്ഞാൽ നമ്മളെ അടിസ്ഥാന ഒരു കലാരൂപമാണ്. മറ്റേ അമ്പലങ്ങളിലായിട്ട് പാരമ്പര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. വർഷം ഞങ്ങൾ അമ്പലത്തിൽ ഉത്സവങ്ങൾ വരുമ്പോൾ നടത്തിക്കൊണ്ടുപോകുന്ന ഞങ്ങളുടെ ഒരു സമുദായത്തിൻ്റെ ഒരു
കലയാണിത്. തിറയും പൂതനും എന്നുള്ളത് ഞങ്ങൾ ആചാരമായിട്ട് നടത്തുന്നതാണ്. നിങ്ങൾ രണ്ടുപേര് മാത്രമാണോ ഇന്ന് വന്നത്? അല്ലല്ല, ഞങ്ങളൊരു 10-15 പേര് വന്നിട്ടുണ്ട്. 15 പേര്. അപ്പൊ ഇവിടെ എത്ര അത്തച്ചമയത്തിന് എത്ര വർഷമായി വന്നു തുടങ്ങി? ഇവിടെ 2-3 വർഷമായി സ്ഥിരമായിട്ട് വന്നുകൊണ്ട്. സ്ഥിരമായിട്ട് 2-3 വർഷമായിട്ട് വരും. ഇത് വലിയൊരു ആഘോഷമാണല്ലേ? ഓണത്തിന് മുന്നോടിയായി അത്തച്ചമയം തന്നെയാണ് ആ ഒരു ദിവസം. ഇവിടുത്തെ ഓണം ഉത്സവങ്ങളൊക്കെ ഇനി തുടങ്ങാൻ പോകുന്നു. അപ്പൊ ഈ ഓണത്തോടനുബന്ധിച്ച് ഒരുപാട് പരിപാടികളൊക്കെ കിട്ടുമല്ലോ? ഉണ്ട്. ഇനിയിപ്പോ മണ്ണുത്തിയിലുണ്ട്, 7-ാം തീയതി പ്രോഗ്രാം ഉണ്ട്. ഈ ഒരു വേഷത്തെ പറ്റി ഒന്ന് പറയാമോ? ഇത് എത്ര ഓരോ പീസായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ? ഓരോന്നും ഇത് മാർത്താലി, ഇത് തൊടു, ഇത് അരത്താലി, ഇത് പൊന്തി പരിശി എന്ന് പറയാം. ഇത് സങ്കല്പിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ശരിക്കും പൊന്തി പരിശി ഇത് ഇങ്ങനെയല്ല. പിന്നെ ഞെറി അങ്ങനെയുള്ള, പിന്നെ കാലുകെട്ടി, അടിയിൽ കഞ്ച് കാലുകെട്ടി എന്ന് പറയും. അതിനടിയിൽ ചിലമ്പ്, പൊടിയട, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അങ്ങനെ എല്ലാതും ഓരോന്നിനും ഓരോ പേരുകളും. ചേട്ടനപ്പോ എത്ര വർഷമായി ഇത്? ഞാൻ അനവധി കാലങ്ങളായി. എനിക്ക് ഓർമ്മച്ച മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഓർമ്മച്ച കാലം മുതൽ തന്നെ ചെയ്യുന്നുണ്ട് അല്ലേ? ഇത് ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നത്. ഇതുപോലെ ഇന്നത്തെ ഇതുപോലെ എത്ര കുട്ടികൾക്ക് ഈ ഒരു നങ്ങേലിയുടെ കഥ അറിയാം, പൂതനെ അറിയാമെന്ന് ചോദിച്ചാൽ അത് വലിയൊരു സംശയമായിരിക്കും. ഈ കാലഘട്ടത്തിൽ കുറച്ചാൾക്കാർ ഇത് മറന്നു പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞങ്ങൾ കുറച്ചാൾക്കാർ ഇത് സ്ഥിരം ഇത് ഈ കല നിർത്താതെ പാരമ്പര്യമായിട്ട് തുടർന്നുകൊണ്ട് പോവാണ്. നല്ല മുന്നത്തൊക്കെ കൂടുതൽ ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇത് പഠിക്കാണ്ട്. തൃശ്ശൂരിൽ നിന്ന് വടക്കാഞ്ചേരിക്ക് എത്തണം. മങ്ങാട് എന്ന് പറയും. അവിടെയാണ് ടൈം തെന്നൽ. അപ്പോൾ അതിലാണ് ഞങ്ങളൊക്കെ പോണത്. വേറെ എവിടെയൊക്കെ ഇതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്? ഞങ്ങൾ ഇവിടെ തൃശ്ശൂർ തിറമഹോത്സവം എന്ന പരിപാടി നടത്തിയിട്ടുണ്ട്. എല്ലാ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ലിംക ബുക്ക് റെക്കോർഡൊക്കെ കിട്ടിയ ആൾക്കാരാണ്. അത് എത്ര പേര് വെച്ചായിരുന്നു? അത് നമ്മൾ 500 കലാകാരന്മാർ വെച്ചിട്ട്. തൃശ്ശൂർ ആ റൗണ്ടിൽ വെച്ചിട്ട്. ഇവിടെ എപ്പോ എത്തി? ഇവിടെ ഞങ്ങൾ ഇന്നലെ എത്തി. അപ്പോൾ കാലത്ത് നേരത്തെ തുടങ്ങണം പറഞ്ഞ. അങ്ങനെ ഇത് പൂതനയുടെ വേഷം ആണ്. അതിവിടെ ഒരു പാരമ്പര്യമായി അവർ ഇത് തുടർന്നു കൊണ്ടുവരുന്ന ഒരു കലാരൂപമാണ്. നേരത്തെ നമ്മൾ പടയണിയുടെ കാര്യം പറഞ്ഞതുപോലെ ഇതൊക്കെ മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കലാരൂപങ്ങളാണ്. ഇതുപോലെയുള്ള ഉത്സവങ്ങളിൽ മാത്രമായിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഓർക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത്. അത് തുടർന്ന് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്ന വലിയ മഹനീയമായുള്ളൊരു കാര്യം തന്നെയാണ്. അതൊക്കെ നമ്മൾ അംഗീകരിച്ചേ മതിയാകും. എന്തായാലും പൂതനയുടെ വേഷം കെട്ടിയ ഇത് പാരമ്പര്യമായി ഈ ഒരു കലാരൂപവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെയാണ് നമ്മളിപ്പോൾ കണ്ടത്. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ? ഒരുപാട് കളറുണ്ട്, പച്ച, മഞ്ഞ. അങ്ങനെ എപ്പോഴും നമ്മുടെ ഓരോ കലാരൂപങ്ങൾക്ക് ഓരോ ഭംഗിയാണ്, ഓരോ കളറാണ്. ആ കളർ തന്നെയാണ്, ഇത് തന്നെയാണ് നമ്മുടെ മനസ്സിനും ഒക്കെ സന്തോഷം നൽകുന്നത്.